യുഎയിലെ പ്രവാസികൾക്ക് ആവേശമൊരുക്കി മലൈക്കോട്ടെ വാലിബന്റെ ആദ്യത്തെ ഷോ ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. ഇവിടെ നമുക്ക് ധാരാളം ലാലേട്ടൻ ആരാധകരുണ്ട്, പ്രേമികളുണ്ട്. പക്ഷേ ഇന്ന് നമ്മളുടെ അടുത്ത ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ RJ മിഥുനാണ്. അപ്പോൾ മിഥുനോട് ചോദിക്കാം, ഇന്ന് എത്രത്തോളം ആവേശമുണ്ട് മലൈക്കോട്ടെ വാലിബൻ കാണാനായിട്ട്? രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് നേരെ വന്ന് കാണാൻ വരണമെങ്കിൽ എത്രത്തോളം ആവേശമുണ്ടെന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഹോൾ ടീം വന്നേക്കുന്ന അതാണ്. കാരണം എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ പടം ഇറങ്ങുമ്പോൾ നാട്ടിലായിരുന്നാലും ഇവിടെയാണെങ്കിലും നമുക്ക് ആഘോഷമാണ്. അത് യാതൊരു സംശയമില്ല. ആ ആഘോഷം ഇവിടെ ദുബായിൽ ഇത്രയും കെങ്കേമമായിട്ട് ആലോചിക്കുക. രാവിലത്തെ ഒരു ഷോ, ഇവിടെ എല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും ഓഫീസിൽ പോകേണ്ടതുണ്ടെന്ന് ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഒരു പീക്ക് വർക്കിംഗ് ഡേയിൽ ഇത്രയും അധികം ആൾക്കാർ രാവിലത്തെ ഒരു ഫാൻ ഷോന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിച്ച് ആഘോഷിക്കാനിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അത് തന്നെയാണ് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നൊരു സിനിമയാണ് ഇത്. അപ്പം പക്ഷേ നമ്മൾ കേരളത്തിൽ ഇത്രയും ആഘോഷം നടക്കുമ്പോഴും യുഎയിലെ പ്രവാസികൾക്കാണ് അദ്ദേഹത്തോടൊപ്പം ഈ ഒരു സിനിമ കാണാൻ ഒരു ഭാഗ്യം കിട്ടിയത്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ലാലേട്ടൻ ഇവിടെ ഉണ്ട്. ലാലേട്ടൻ ഇന്ന് ഇവിടെ ഈ സ്ക്രീനിൽ തന്നെയാണ് വന്ന് കാണുന്നതെന്നുള്ളതും അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുമെങ്കിൽ അതായിരിക്കുമല്ലോ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ തീർച്ചയായും അതിന് വേണ്ടിയിട്ട്, അതിനാണല്ലോ ഞാൻ എന്താ പറഞ്ഞത്, ഉറക്കത്തിൽ വേണ്ടി കണ്ണാടി പോലും മാറ്റാത്തതെന്ന് വെച്ചാൽ കണ്ണ് മറ്റേ ഉറക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യം. അത് ഇനി ബാക്കി കണ്ടിട്ട് പറയാല്ലേ? ഡെഫിനറ്റ്ലി അത്രേ ഉള്ളൂ. പടം കണ്ടിട്ട് ശേഷം ബാക്കി അഭിപ്രായം പറയാം ഉറപ്പായിട്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ലാലേട്ടനെ കാണാനായിട്ട് അല്ലെങ്കിൽ ഈ സിനിമ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. കാരണം ഇന്ന് മിഥുൻ പറഞ്ഞതുപോലെ തന്നെ വ്യാഴാഴ്ചയാണ്, വ്യാഴാഴ്ച ജോലിയുള്ള ദിവസമാണ്. അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഓരോരുത്തർ അഭിപ്രായം അറിയേണ്ടതുണ്ട്. എങ്ങനെ ഇന്ന് വ്യാഴാഴ്ചയാണ്, ജോലിക്ക് പോയില്ല? ജോലിക്ക് രാവിലെ വന്നിരിക്കുകയാണ്, ജോലിക്ക് പോയിട്ടില്ല. എന്താ പറയുക, ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഇത്രയും വലിയൊരു പടം, അത് LJP വിത്ത് മോഹൻലാൽ. അപ്പോൾ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതിനാണ് ഞങ്ങളൊരു കൂടിയിരിക്കുന്നത്. ഒരു വലിയ പടം വൻ പ്രതീക്ഷയുണ്ട്. അതുപോലെ വലിയൊരു ഹിറ്റായി തീരട്ടെ, ഒരു നല്ല വിഷ്വൽ ട്രീറ്റായി തീരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ കൂടുതലുള്ള കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരുക്കാളും കാര്യങ്ങൾ രാത്രി ഇതിനകത്ത് പലരും ഉറങ്ങിയിട്ടില്ല. അതിന് ഇത്രയും മനോഹരമായത് ഒരുക്കി ഞങ്ങൾ വെയിറ്റിംഗ് ലാലേട്ടനെ കാണാൻ. യുഎയിലെ തന്നെ ആദ്യത്തെ മോഹൻലാൽ ഫാൻ ഷോ, ഏറ്റവും വലിയ മോഹൻലാൽ ഫാൻ ഷോ ആണ് ഇന്ന് ദുബായിൽ നടക്കുന്നത്. വിവിധ തിയേറ്ററുകളിലായിട്ട് തന്നെ ഇതിൻ്റെ വലിയൊരു ആവേശമുണ്ട്. അപ്പം ഇതൊക്കെ വലിയ ആവേശം നിറയ്ക്കുന്നതാണ്. ഒരു പക്ഷേ ഒരു മോഹൻലാൽ ചിത്രത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗംഭീരം. സെക്കൻഡ് പറയാൻ പാടില്ല, കുറെ റിവീല് വരും. ബ്രില്യൻ മൂവി. അസാധ്യ മേക്കിംഗ്. ഈ മധു നീലകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യം കാണണം. കാരണം ക്യാമറ, ലിജോയുടെ ട്രീറ്റ്മെന്റ് ഒരു രക്ഷയില്ല. എന്ന് വെച്ചാല് അതാ ഞാൻ പറഞ്ഞേ, ഈ പറയുന്ന മുൻവിധികളൊന്നും ഇല്ലാണ്ട് നമുക്കറിയാമായിരുന്നു ഇതൊരു ക്ലാസിക് സാധനമായിരിക്കും എന്നുള്ളത്. അതില് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വേറെ ലെവലിൽ, ഈ ജാപ്പനീസ് പടങ്ങളിലൊക്കെ കാണാനുള്ള ഷോർട്സും ഒക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ലെവലിൽ ചെയ്തു.